ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇത്. പാലൊന്നും ചേർക്കാതെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യെല്ലോ കളറിലുള്ള വത്തക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വത്തക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പുറമേ ഗ്രീനും അതുപോലെ ഉള്ളിൽ റെഡും ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ഗ്രീൻ കളറിലുള്ള വത്തക്കയാണ്, പക്ഷെ ഉള്ളിൽ നല്ല യെല്ലോ കളറാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. നമ്മൾ സാധാരണ വത്തക്കനേക്കാളും നല്ല മധുരമുള്ള വത്തക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. സാധാരണ നമ്മൾ റെഡ് വത്തക്കനേക്കാളും ഉള്ളിൽ കുരുവും കുറവാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വത്തക്കനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കുരുവുള്ള മാറ്റാൻ, അപ്പോൾ ഞാൻ ആ കുരുകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള വത്തക്ക ആകുമ്പോൾ കുറച്ച് റീഫ്രഷിങ് ഡ്രിങ്കൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് ചേർക്കാതെ ഉണ്ടാക്കുന്നതിലാണ് കേട്ടോ ഞാൻ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചിൻ്റെ പീസ് കൂടി പോകരുത് കേട്ടോ. ചെറിയൊരു പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ വത്തക്കൻ്റെ മധുരത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല മധുരമുള്ള വത്തക്കയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഞ്ചസാര ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ അതാ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മിൻറ്റ് ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒരുപാട് ഫ്ലേവർ വേണ്ട, ഈ ഒരു 2 ഇല മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ജ്യൂസിന് കുറച്ചും കൂടെ നല്ലൊരു കളറും കിട്ടും കേട്ടോ. ഈ ഒരു ഗ്രീനും എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് വേറൊരു കളർ കിട്ടുമല്ലോ, അതും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കുരുവൊക്കെ മാറ്റിയത് കൊണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ വത്തക്കയിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായതുകൊണ്ട് ജ്യൂസും അത്യാവശ്യം ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലീവ്സും കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റീഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക്